ബാർഹോള രാജസദസ് കൂടിയിരുന്നത് ഇവിടെയാ. ഓ എന്റെ കർത്താവേ, എന്തുവാ അനന്തായത്? ഒരു അന്തോ ഇല്ലേ? ഉറുമീസേ, ഓ ഇത് ജനാധിപത്യമല്ല, രാജഭരണമാ. വരാ വരാ. ഒരു പ്രാണിവായി പോയല്ലോ. ഇതായിരുന്നു ഞങ്ങൾക്കെല്ലാം എല്ലാമായിരുന്നു ഉദയവർമ്മ തമ്പുരാൻ. ഓവറാവരുത് കേട്ടോ. എന്താ ഇത്? സാരില്ല, നമുക്ക് നടക്കാം. കക്കൂസിന്റെ പുറകില് വെള്ള സാരി ഉടുത്ത്. അത് നീ അവിടെ ചെന്ന് കുത്തിയിരുന്നപ്പോ നിന്റെ നേരെ കണ്ടതായിരിക്കും. ഞാൻ വെള്ള സാരി ഉടുത്തോണ്ടല്ലോ കുത്തിയിരുന്നത്. ഇത് തമ്പുരാട്ടിയുടെ പ്രേതം തന്നെ. തമ്പുരാനും ഉണ്ടായിരുന്നു. ഭാര്യയെ ആദ്യം അയച്ചതായിരിക്കും നമ്മളെ കുറിച്ച് അന്വേഷിക്കാൻ. ഇത് പ്രേതം തന്നെ. വെള്ള സാരി, പുക, പാട്ട്, നമ്മൾ രണ്ട് കട്ട പുക, പാട്ട്. അവിടെ എവിടെന്ന്? ഇത് ഞാനാ. ഇപ്പൊ വക്കീലിന് വിശ്വാസമായോ? ഇത്രയും കാലം വിശ്വാസമില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ഈ പ്രേതങ്ങൾ ഒത്തുതീർപ്പിന് വഴങ്ങോ? ഒടുക്കത്തെ തീർപ്പിനേ വഴങ്ങൂ. ഞാൻ നോക്കിയിട്ട് ഇതിന് രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയെ കാണുന്നുള്ളൂ. എന്ത് വഴി? ഈ വഴി. ഇതിനടിയിൽ കൂടി വഴിയുണ്ടായിരുന്നോ? ഓ, ത്വരങ്കം. ഉറുമീസേ, ഇതെവിടെ പോയി? ഇതാണ് വഴി. ഇതിലൊരു 3 എണ്ണം ഫിറ്റ് ചെയ്താൽ പേടിയൊക്കെ പമ്പ അടക്കും. ഉറുമീസേ, നീ പറഞ്ഞ നേരാ. 2 എണ്ണം അടിച്ചപ്പോ മനസ്സിനൊരു ധൈര്യം തോന്നും. അതല്ലേ ഇതിന്റെ ഒരു ഗുണം. ഉറുമീസേ, കസേര തനി ആടുവോ? ഒരിക്കലുമില്ല. പ്രേതം കസേര കയറിയിരുന്ന് ആടുവോ? അത് നടന്ന് ക്ഷീണിക്കുമ്പോ കസേരയല്ലേ ഇദ്ദേഹത്തിന്റെ മടിയിൽ നിന്ന് ആടും. ആരാണ് ആദ്യം പ്രേതത്തെ കണ്ടത്? ഞാനാ കണ്ടത്. ഇവൻ കണ്ടു, പക്ഷെ ഞാനാ കണ്ടത്. എന്നാൽ അവിടെ ഇരിക്കൂ. ആദ്യം കണ്ട ആള് മാത്രം ഇരിക്കട്ടെ. ചിരിക്കണ്ട, കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ. ഓ, ഇറങ്ങി വാടി. ഞാൻ എടിയല്ലേ, എടായാണ്. ഇറങ്ങ്. എങ്ങോട്ട് ഇറങ്ങാൻ? പോകോ, പോകോ,
പോകൂ. ദേ, വക്കീലത്തി അങ്ങോട്ട് പറയാൻ ഞാൻ കണ്ടിട്ടില്ല. ഇവൻ മാത്രമാണ് കണ്ടത്. ആഹാ. പോകൂ. ആദ്യം കേട്ടത് അബദ്ധമായോ? പിടിക്ക് അവനെ. അനന്ത, അവനെ എന്നെ ഒന്ന് പിടിക്ക്. രക്ഷിക്ക്. പിടിച്ച് നിർത്ത്. ദേ, പിടിക്കരുത്. ഉടനെ. ഈ ബാധയെ പിടിച്ച് നിർത്ത്. ഓ, ഓ, വിടണേ, വിടണേ. ആ, പോകൂ. 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 എങ്ങോട്ട് പോകാൻ? പാലവരത്തിലേക്ക് പോകൂ. ഞാൻ പാലായിക്ക് പൊക്കോളാം. അത് പോരാ. എന്നാ ഭരണിക്കാനത്തോട്ട് പോ. പാലമരത്തിലേക്ക് തന്നെ പോണം. മരത്തിൽ കയറാൻ തണുപ്പില്ല, വാ. പോകൂ. ഓ, മുണ്ട് എന്റെ മുണ്ട് കഴിഞ്ഞ്. പോകൂ. വിടുമന്ത്രം. പോകൂ. പാലമരത്തിലേക്ക് തന്നെ പോ. അതെന്റെ തന്തയോട് പറ. നിന്നെ ഞാൻ തളയ്ക്ക് വിടി. ഓ, എന്റെ കർത്താവേ, നീ ഇത് കാണുന്നില്ലേ? ബാധ പോകുന്നുണ്ടോ? ബോധം പോകുന്നുണ്ട്. അതെ, ഇപ്പൊ പോയി. പള്ളിയിലച്ഛനെ കൊണ്ട് വെഞ്ചരിപ്പിച്ചാ മതി എന്ന് പറഞ്ഞതാ, കേട്ടില്ല. ഓ, അവന്റെ ഒടുക്കത്തെ അടി. ഇദ്ദേഹം ഒരു പേരുകേട്ട ഒത്തീർപ്പ് വക്കീലല്ലേ? ഒന്ന് പിടിച്ചു മാറ്റാനെങ്കിലും തോന്നിയില്ലല്ലോ ബ്രൂട്ടസ്. അയ്യോ, 101 അടി അടിച്ചാലേ നിന്റെ ദേഹത്ത് കൂടിയ ബാധ പോകുന്നു പറഞ്ഞിട്ട് അവന്മാര് 98 അടിച്ചുള്ളൂ. ആഹാ, അടിയൊക്കെ കൃത്യമായിട്ട് എണ്ണിയല്ലേ? പിന്നെ എന്നാതെ പൂജയ്ക്കെന്നും പറഞ്ഞ് ചൊള പോലെ തുട്ടിറക്കിയതേ ഞാനാ. നക്കി തരം പറയാതെ എന്റെ അനന്ത. എത്ര പോയാലെന്താ, ഇനി നമ്മള് രാജാവും മന്ത്രിയും അല്ലേ? ആണോ? ആ. പക്ഷെ ഒരു സംശയം. കേരള ചരിത്രത്തിൽ ഇന്നേ വരെ രാജാവും മന്ത്രി ഒരു മുറി കിടന്ന് ഉറങ്ങിയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഒരുമയുണ്ടെങ്കിൽ എരുമയുടെ പുറത്ത് എന്നാ കിടക്കാവുന്ന എരുമയുടെ പുറത്തോ പോത്തിന്റെ പുറത്തോ പോയി കയറി കിടന്ന് ഉറങ്ങണം മാപ്പിളെ. സപ്രപഞ്ച കട്ടിലിൽ കിടന്ന് കൊതി തീർന്നിട്ട് പോരെ എരുമയുടെ പുറത്ത് കിടക്കാൻ. പയ്യെ തിന്നാ പനയും തിന്നാമെന്നല്ലേ? എന്ന് വെച്ചാരെങ്കിലും പന എന്നോടോ? പനയല്ല, പട്ടിയെ വരെ തിരുന്നൊരുത്തിന് എനിക്കറിയാം. അതാരാ? പറയില്ല, പക്ഷെ തുപ്പി കാണിക്കാം. വാസ്കോടിയാമ വെറും വാസ്തവനാക്കരുത് കേട്ടോ. അങ്ങനെ ഒരു പഴമൊഴി ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഇത് പുതുമൊഴിയാ. എന്നാൽ എന്റെ ജാതകത്തിലും രാജയോഗം ഉണ്ടെന്ന് ചേറ്റുവായിലെ ചത്തുപോയ ചാക്കോ ചിറ്റപ്പം പറഞ്ഞിട്ടുണ്ട്. രാജകൊട്ടാരത്തിലെ തൂപ്പുകാരനെങ്കിലും ആയാ മതിയായിരുന്നു. ശവം. എന്നാ കേട്ടോ, വീണ്ടും കേട്ടു. അതെന്ത് പ്യാടി? കൂടെ തന്നെ നിന്നോണേ. കണ്ടോ? ഇല്ല. അത് ഹോമവും കുർബാനയൊക്കെ വേസ്റ്റ്. നമുക്ക് ആ പഴയ ഒത്തുതീർപ്പ് പണി തന്നെ മതിയായിരുന്നു. നേരം വെളുത്തിരുന്നെങ്കിൽ സ്ഥലം വിടാമായിരുന്നു. അതുവരെ നമ്മൾ ഇവിടെ എങ്ങനെ കഴിച്ചു കൂട്ടും? ഇതൊരു പഴയ മലയാളം പടത്തിലെ പാട്ടല്ലേ? എന്നാ പഴയ മലയാളം പ്രേതമായിരിക്കും. ഇതൊരു പുതിയ തമിഴ് പാട്ടല്ലേ? എന്നാ പുതിയ തമിഴ് പ്രേതമായിരിക്കും. ഈശ്വര ചതിച്ചോ? പ്രേതത്തിന്റെ കയ്യിൽ ടേപ്പ് കാണോ? ആണോ? ഇത് ദുബായിൽ നിന്ന് വന്ന അറബി പ്രേതമായിരിക്കും. അല്ലടാ പുല്ലേ, ഇത് മനുഷ്യപ്രേതമാടാ. പിടിയെടാ അവളെ. അനന്ത, അവളെ വിടരുത്. അവൾ എങ്ങോട്ട് പോയി? അങ്ങോട്ട് പോയി നോക്കാമോ? ക്ലിയർ ആക്കാം. അനന്ത, പിടിക്കാതെ. എടി മൊട്ടച്ചി. നീയോ? നീ ഇവിടെ അറിയോ? ഇവൻ കോടതിയിൽ കള്ളസാക്ഷി പറയുന്നവനാ. ആണോടാ? സാക്ഷി 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 എന്നെ എല്ലാരും അറിയും. നീ എന്തിനാ ഈ വേഷം കെട്ടി ഇവിടെ? ജീവിതം തന്നെ ഒരു വേഷം കെട്ടലല്ലേ ചേട്ടാ? അത് രാത്രി അതാടാ ഫിലോസഫി. ചേട്ടൻ ഇനി എന്നെ ഇങ്ങനെ പീഡിപ്പിക്കരുത്. ഞാൻ വിട്ട്. പറയടാ, എന്തിനാ ഈ വേഷം കിട്ടിയത്? ഞാൻ പറയാം. നിങ്ങളെ ഈ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കാൻ അഡ്വക്കേറ്റ് ശങ്കരനാരായണനും മഹാദേവവർമ്മ തമ്പുരാനും കൂടെ ചേർന്ന
എന്നെ ഈ ഫാൻസി ഡ്രസ് വേഷം കെട്ടിച്ച് ഇങ്ങോട്ട് അയച്ചത്. ഓഹോ അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. അങ്ങനെയാണെങ്കിലേ ഒറിജിനൽ ഭൂതപ്രേതാദികൾ വന്നാൽ തന്നെ ഞങ്ങള് ഭരണം തുടരാൻ തീരുമാനിച്ചെന്ന് ചെന്ന് പറഞ്ഞേക്കടാ. പോടാ ഓടാ പോടീ, പോ. ഓ എന്തിനായി ഈ കൊലച്ചിരി? ഇത് വീരകേസരി അനന്തം തിരുമനസ് വാഴുന്ന കൊട്ടാരമാണ് എനിക്ക് തോന്നിയത് ഞാൻ ചെയ്യും. ഞാൻ അറിയാതെ നേരത്തെ വീശിയല്ലടാ. വേണ്ട, എടാ പോടാന്ന് വിളിച്ചാലുണ്ടല്ലോ തിരുമനസാണ് നിന്റെ അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് കുട പിടിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിനെ പോലെ മുത്തുകുടം പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു അല്പന ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതേടാ അല്പം തന്നെയാ. മുത്തുക്കുട പിടിക്കും, നട്ടുച്ചയ്ക്കും പിടിക്കും, നട്ട പാതിരയ്ക്കും പിടിക്കും. നിനക്ക് ഇവിടെ നിക്കണമെന്നുണ്ടെങ്കിലേ എന്റെ മന്ത്രിയായിട്ട് ഇവിടെ കഴിഞ്ഞോണം. അല്ലെങ്കിൽ കെട്ടും കെട്ടി നിന്റെ മഞ്ഞപ്പുറയ്ക്ക് പോടാ മാപ്പിളെ. ഗുമസ്തന്മാർക്ക് ഈ നാട്ടില് പഞ്ഞൊന്നുമില്ല. പക്ഷേ ഈ കൊട്ടാരത്തിന്റെ റിസീവർ എന്ന് പറയുന്നത് ഈ അനന്തപത്രമല്ല. ആരാ മനസ്സിലായില്ല? ഞാൻ നന്ദനവർമ്മ. എങ്ങനെ വർമ്മ? നന്ദനവർമ്മ കൊല്ലപ്പെട്ട തമ്പുരാട്ടിയുടെ ഇളയ സഹോദരൻ. അതുകൊണ്ട് തന്നെ ഈ പാലസിന്റെ ഏറ്റവും അടുത്ത അവകാശി. IPC അവകാശം ആർക്കാണെന്ന തർക്കം കോടതിയിലാണല്ലോ. സാറ് വന്നത് ഇവിടെ എല്ലാം കൃത്യമായി നടക്കുന്നുണ്ടോന്ന് അറിയാൻ. 2 പഴയ ക്ലോക്കുകൾ കൃത്യമായി നടക്കുന്നില്ല, ബാക്കിയൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. എനിക്ക് അവകാശമുള്ള മുതലിനെ കുറിച്ച് എനിക്ക് ആദ്യം കാണാതിരിക്കോ? റിസീവർമാര് ഭരിച്ച് നന്നാക്കിയ ചരിത്രമല്ല, നശിപ്പിച്ച ചരിത്രം എന്ന് വരെ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവര് കാണും, പക്ഷെ ഞങ്ങൾ അത്രക്കാരല്ല. We are Mr. Cleans. ചക്കരക്കുടം കണ്ട അരിക്കാത്ത ഈച്ചകളുണ്ടോ? അരിക്കാത്ത ഈച്ച ആഫ്രിക്കയിലുണ്ട്, മണിയനീച്ച. ഉർമീസേ ഇല്ലേ? എന്തെങ്കിലും അവിഹിതം നടന്നു എന്നറിഞ്ഞാ ഞാൻ വേണ്ടത് ചെയ്യും. മഹാദേവർമ്മയ്ക്കും നാരായണക്കുറിപ്പിനും മാത്രമല്ല എനിക്കുണ്ട് മുകളിൽ പിടി. പിടി മുറുക്കി പിടിച്ചോടെ, കൈവിട്ടാ താഴെ പോകും. അതുകൊണ്ട് പിടിച്ചോണ്ടേ ഇനി. തമ്പുരാൻ ധൈര്യമായിട്ട് പോവാ. നിങ്ങൾ അവകാശികൾ ഭരിക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ട് ഞങ്ങൾ ഭരിക്കും, ലാഭം ഉണ്ടാക്കും. അത് സർക്കാരിലേക്ക് ഒരു പൈസ പോലും വെട്ടിക്കാതെ അടയ്ക്കുകയും ചെയ്യും. ആ അങ്ങനെ തന്നെ നടന്നാ കൊള്ളാം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഇറങ്ങാം. ഇനി എപ്പ കേറും? അയ്യോ കർത്താവേ. താങ്ക് യു സർ. അനന്തം പറഞ്ഞോണ്ടേ നടക്കുന്നു. ഇല്ലെങ്കിൽ നന്ദനവർമ്മയുടെ സുന്ദരമർമ്മം ഞാൻ ഇടിച്ച് പിഴിഞ്ഞു കലയ്ക്കും. ഒന്നും മിണ്ടാതിരിയടാ മഞ്ഞപ്രകാരം മാപ്പിളെ. ഒന്നുമില്ലെങ്കിൽ അവർ ഈ കൊട്ടാരത്തിന്റെ അവകാശികളാ. രാജഭരണമൊക്കെ പോയെങ്കിലും അവർ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കരുത്. സോ വി ഹാവ് ടു റെസ്പെക്ട് ദം. സോറി സർ. നിന്റെ ഒരു ഒടുക്കലത്തെ പഴം. എന്താ കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു, പതിവായിട്ടൊരു സന്ധ്യാദീപ കാഴ്ച. സന്ധ്യാ നേരത്ത് ഐശ്വര്യമുള്ളൊരു പെൺകുട്ടി നിന്ന് ദീപം തെളിക്കുന്നത് കാണാൻ തന്നെ ഒരു ഐശ്വര്യമാണ്. മെഴുകുതിരി വെളിച്ചം മാത്രം കണ്ട് ശീലിച്ച നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ മരങ്ങോടം മാപ്പിളെ. ഇനി ദം പിടിക്കാൻ വയ്യ. പറഞ്ഞു തന്ന അടവുകൾ ഓർമ്മയില്ല. ഓർമ്മയുണ്ട്. തുടങ്ങാം. വാരി വലിഞ്ഞ് തൊട്ട് തൊഴുത് ഇടത് മാറി വലത് മാറി നിന്ന് തിരിഞ്ഞമർന്ന് വലിഞ്ഞൊഴിഞ്ഞ് ഈ അടവ് പറഞ്ഞു തന്നിട്ടില്ല. ഇവിടെയോ ഒഴി? ഞാൻ സ്വല്പം നേരത്തെ ഒഴിച്ചതാ. ഒഴിയാൻ എന്റെ കർത്താവേ, തല കൊയ്യരുത്. എന്റെ കർത്താവേ, അങ്കക്കലി മൂത്ത് തല കൊയ്യാൻ നിന്നപ്പോഴാണല്ലോ സുഗന്ധി വന്ന് തലയിട്ടത്. നീ പേടിച്ചു പോയോ? ഞാൻ ഇവരെ കുറച്ച് നല്ല അടവുകൾ പറഞ്ഞു കൊടുക്കായിരുന്നു. അങ്ങനെ വാടും കത്തിയും കൊണ്ടുള്ള അഭ്യാസങ്ങളൊന്നും വേണ്ട. ഇതുവരെ തമാശന് വേണ്ടിട്ടല്ലേ? നിങ്ങളിങ്ങനെ സംസാരിച്ച് കേൾക്കാതെ എന്റെ തല കൊയ്യി. ഞാൻ പോയി കുളിക്കട്ടെ. നീ പോയി വേഗം കുളിക്കൂ ഉർമീസ. അതെ ഉർമീസേ, 2 ചായയും കൂടി എടുത്തോ. കുളിച്ചിട്ട് ചായ ഇടണോ ചായ ഇട്ടിട്ട് കുളിക്കണോ? കുളിച്ചോണ്ട് ചായ ഇട്. ഓക്കെ. ഓടോ.
നീ ഈ കൊട്ടാരമൊക്കെ ഒന്ന് ചുറ്റി കിടന്ന് കാണ്, ഞാനിപ്പോ വരാം. ഉം. എങ്ങനെയുണ്ട് കൊട്ടാരമൊക്കെ ചുറ്റിക്കണ്ട? അയ്യോ ഇത്രയും വലിയ കൊട്ടാരത്തില് അനന്തേട്ട ഒറ്റയ്ക്കാ താമസിക്കുന്നേ? എന്റെ കൂടെ ആ പിശാശുണ്ട്. ചായ റെഡി. വിളിച്ച് കൂവണ്ട, ഹോട്ടലല്ല. നിന്നോട് ആരാ അങ്ങോട്ട് ചായ കൊണ്ടുവരാൻ പറഞ്ഞത്? വക്കീലല്ലേ പറഞ്ഞ ചായ ഇട്ടുകൊണ്ടുവരാൻ? ഇടാനല്ലേ പറഞ്ഞോളൂ, കൊണ്ടുവരാൻ പറഞ്ഞില്ലല്ലോ. ഓഹോ, ചായ ഇടാൻ പറയുമ്പോട്ടാണ് കൊണ്ടുവരാൻ പറയുമ്പോ കൊണ്ടുവരണം. വേണം. ആ എനിക്ക് രോഗം മനസ്സിലായി. ഞാനിപ്പോ കൊട്ടാരത്തിലെ കട്ടുറുമ്പായി മാറിയല്ലേ? ആ സാറേ, കണ്ണാടി നന്നായാൽ ചങ്ങാതി വേണ്ടാത്തൊരു ചൊല്ലുണ്ടറിയോ? അയ്യേ ഈ ചായയിൽ എന്തോ സോപ്പ് ചോദിക്കുന്നുണ്ടല്ലോ. കുളിച്ചോണ്ട് ചായ ഇട്ടാ പിന്നെ സോപ്പല്ലാതെ സോഡ ചോദിക്കൂ. ഞാൻ വക്കീ